أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയുടെ 32-ാമത്തെ വചനമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു. പറയുന്നു, അവൻ ആദമിന് എല്ലാ നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അനന്തരം അവൻ അവയെ മലക്കുകളുടെ മുമ്പിൽ വെച്ചുകാട്ടി. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എന്നോട് പറയുക. കഴിഞ്ഞ 3 ദർസുകളിലായി ഈ ആയത്തിനെക്കുറിച്ച് തന്നെയായിരുന്നു നാം ചർച്ച ചെയ്തു പോകുന്നത്. ഇന്നത്തെ ദർസിലും അതിൻ്റെ തുടർന്നുള്ള വിശദീകരണത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ആയത്തിൽ വന്നിരിക്കുന്ന വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന ഈ ഖുർആൻ വാക്യത്തിൽ കുല്ലഹ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദം നബിക്ക് ദൈവിക ഗുണങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ ഭാഷയെക്കുറിച്ചോ പൂർണ്ണമായ, അതായത് കംപ്ലീറ്റായിട്ടുള്ള അറിവ് ലഭിച്ചു എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദർസിൽ അറബി ഭാഷയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഈ ഒരു കാര്യം അവിടെയും വ്യക്തമാക്കിയിരുന്നു. കുല്ല എന്ന പദത്തിന് എല്ലാം അതല്ലെങ്കിൽ മൊത്തം എന്നൊക്കെ തന്നെയാണ് അർത്ഥമെങ്കിലും തങ്ങളുടെ യഥാർത്ഥ അർത്ഥങ്ങൾക്ക് പുറമെ ധാരാളമായി അതല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ അറബി വാക്കിൻ്റെ പ്രയോഗം വ്യത്യസ്തമാണ്. പലപ്പോഴും ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഖുർആനിൽ തന്നെ പലയിടത്തും ഈ വാക്ക് ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ അൻആമിൻ്റെ 45-ാമത്തെ വരിയിൽ പറയുന്നു, ഫലമ്മാ നസൂ മാ സുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇ. ഇവിടെ അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പുള്ള ജനത അവർക്ക് നൽകിയ ഉപദേശം അവർ മറന്നപ്പോൾ നാം അവർക്ക് എല്ലാവിധ പുരോഗതിയുടെയും വാതിലുകൾ തുറന്നു കൊടുത്തു. പിന്നീട് തുറന്ന് ഈ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട് അവർക്ക് പിന്നീട് ശിക്ഷ ഇറക്കിയതുമായി സംബന്ധിച്ച്. ഇവിടെ ഈ ആയത്തിൽ കുല്ല എന്നതുകൊണ്ട് ലോകത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിച്ചു എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആ കാലഘട്ടത്തിലെയും അവരുടെ രാജ്യത്തിലെയും പ്രധാനപ്പെട്ട നിഅമത്തുകളിൽ അവർക്ക് പങ്കു ലഭിച്ചു എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സൂറ അൽ ഖസസിൽ 58-ാമത്തെ വചനം മക്കക്കാരെക്കുറിച്ച് വന്നിട്ടുള്ള ആ ഭാഗത്തിൽ പറയുന്നു, അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിനൻ യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ശൈഇൻ റിസ്കൻ മിൻ ലദുന്നാ. പറയുകയാണ്, മക്കക്കാർക്ക് നാം ഒരു മാന്യവും സുരക്ഷിതവുമായ സ്ഥലം നൽകിയില്ലേ, അവിടെ നമ്മുടെ പക്കൽ നിന്നുള്ള അനുഗ്രഹമായി എല്ലാവിധ പഴങ്ങളും കൊണ്ടുവരപ്പെടുന്നു. ഇവിടെ ഈ ആയത്തിലും കുല്ല എന്നതുകൊണ്ട് ലോകത്തിലെ എല്ലാ പഴങ്ങളും എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് മക്കക്കാരുടെ ആരോഗ്യത്തിനും അവരുടെ ആസ്വാദനത്തിനും ആവശ്യമായ പല പഴങ്ങളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെയും ഖുർആൻ്റെ മറ്റ് പല ആയത്തുകളിലും കുല്ല എന്ന വാക്ക് ധാരാളം അതല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അറബി ഭാഷയിൽ മാത്രമല്ല മറിച്ച് മറ്റ് പല ഭാഷകളിലും വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങൾക്ക് പുറമെ അവരുടെ ആലങ്കാരികാർത്ഥവും ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വാക്യത്തിൻ്റെ സന്ദർഭവും അത് ഉപയോഗിക്കുന്ന സാഹചര്യവും അനുസരിച്ചാണ് ഈ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥവും ആലങ്കാരിക അർത്ഥവും തമ്മിൽ വേർതിരിച്ചറിയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കുല്ല എന്ന വാക്കുകൊണ്ട് അള്ളാഹുവിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളെക്കുറിച്ചുമുള്ള അറിവ്, പൂർണ്ണമായ അറിവ് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ മനുഷ്യനുമായി ബന്ധമുള്ള എല്ലാ ഗുണവിശേഷങ്ങളെക്കുറിച്ചുമുള്ള പൂർണ്ണമായ അറിവും ഹദ്റത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തതായി ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നത് ദൈവിക ഗുണവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട മതപരമായ അറിവ് ലോകത്ത് ഘട്ടം ഘട്ടമായാണ് വെളിവാക്കപ്പെട്ടത് എന്നാണ്. അതിൻ്റെ പൂർണ്ണത കൈവരിച്ചത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. സൂറ അൽ മാഇദയിലെ 4-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തരികയും എൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുമേൽ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇവിടെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആദം നബിക്ക് അള്ളാഹുവിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളെക്കുറിച്ചുമുള്ള പൂർണ്ണമായ വെളിപ്പെടുത്തൽ ലഭിച്ചിരുന്നില്ല. മറിച്ച് ആ വെളിപ്പെടുത്തൽ പതുക്കെ പതുക്കെ പൂർണ്ണത പ്രാപിക്കുകയും അവസാനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിൻ്റെ പരകോടിയിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ ആദം നബിക്ക് എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു എന്നതിനർത്ഥം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വെളിപ്പെടാൻ നിശ്ചയിക്കപ്പെട്ട ദൈവിക ഗുണവിശേഷങ്ങൾ അത്രയും അളവിൽ അദ്ദേഹത്തിന് വെളിവാക്കപ്പെട്ടു എന്നതാണ്. അതുപോലെ മനുഷ്യരുമായി ബന്ധമില്ലാത്ത ദൈവിക ഗുണവിശേഷങ്ങൾ കുല്ല എന്ന പദത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ഉൾപ്പെടുന്നില്ല. എന്നാൽ അതോടൊപ്പം തന്നെ കുല്ല എന്ന വാക്കുകൊണ്ട് മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ ഗുണവിശേഷങ്ങളും ഉദ്ദേശിക്കാം. ഈ സാഹചര്യത്തിൽ ഈ ആയത്തിൻ്റെ അർത്ഥം ഇതായിരിക്കും. അതായത് ആദം നബിയിലും അദ്ദേഹത്തിൻ്റെ സന്തതികളിലും എല്ലാ ഗുണവിശേഷങ്ങളെയും മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു നിക്ഷേപിച്ചു എന്ന്. പ്രവർത്തനത്തിലും വിശദമായും ഈ അറിവ് പൂർണ്ണരൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിലൂടെയാണ് വെളിപ്പെട്ടത്. അതുപോലെ ഭാഷ പഠിപ്പിച്ചു എന്നതുകൊണ്ട് എല്ലാ ഭാഷയിലെ എല്ലാ നാമങ്ങളും എല്ലാ പേരുകളും പഠിപ്പിച്ചു എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഭാഷയുടെ അടിസ്ഥാന തത്വങ്ങളാണ് പഠിപ്പിച്ചത്. പിന്നീട് ആ തത്വങ്ങൾ വികസിച്ചാണ് പൂർണ്ണമായ അറബി ഭാഷയുടെ രൂപത്തിൽ വെളിപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൻ്റെ ബാക്കി വിശദീകരണം അടുത്ത ദർസുകളിൽ കേൾപ്പിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.